ശരത്തിന്റെ കൈ തല്ലിയൊടിച്ചത് സച്ചിയാണെന്നറിഞ്ഞ ദേഷ്യത്തിൽ രേവതി നേരെ ടാക്സി സ്റ്റാൻഡിലേക്ക് പോകുന്നു. അവിടെ വെച്ച് അവൾ മഹേഷിനെ കാണുന്നു. മഹേഷ് കാരണമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചതെന്ന് കുറ്റപ്പെടുത്തുകയായിരുന്ന രേവതിയോട് നിന്റെ അനിയന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് കൈ തല്ലിയൊടിച്ചതെന്ന് സച്ചി ദേഷ്യത്തിൽ പറയുന്നു. അത് കേട്ട് കൂടുതൽ വിഷമിച്ച് രേവതി നേരെ വീട്ടിൽ. രേവതിയോട് സത്യം പറയാത്തതിന് മഹേഷ് സച്ചിയെ വഴക്ക് പറഞ്ഞെങ്കിലും അത് സാരമില്ല, താൻ കുറ്റക്കാരനായി തന്നെ ഇരിക്കട്ടെ എന്നായിരുന്നു സച്ചിയുടെ പ്രതികരണം. രേവതി ആവട്ടെ വീട്ടിലെത്തി എല്ലാവരോടും സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അവിടെ അച്ഛൻ സച്ചിയെയും കാത്തിരിപ്പാണ്. എന്താണ് സംഭവിച്ചതെന്ന് അറിയണമല്ലോ. അങ്ങനെ സച്ചി വീട്ടിലെത്തി. അവൻ വന്ന് കയറിയ ഉടനെ അച്ഛൻ അവനെ തടഞ്ഞു നിർത്തി കാര്യങ്ങൾ ചോദിക്കുകയാണ്. എത്ര ചോദിച്ചിട്ടും എന്ത് കാരണം കൊണ്ടാണ് സച്ചി ശരത്തിന്റെ കൈ തല്ലിയൊടിച്ചതെന്ന് പറയാൻ തയ്യാറായില്ല. കിട്ടിയ അവസരത്തിൽ ചന്ദ്രയും സുധിയും വർഷയും എല്ലാം എരുതിയിൽ കുറച്ച് എണ്ണ കൂടി കോരി ഒഴിച്ചു. ശരത്ത് ചിലപ്പോൾ എന്തെങ്കിലും മോഷ്ടിച്ചു കാണും, അല്ലെങ്കിൽ കാശ് കടം വാങ്ങിയത് തിരിച്ചു കൊടുത്തു കാണില്ല എന്നെല്ലാം ചന്ദ്ര പറഞ്ഞപ്പോൾ രേവതി പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത്. തന്റെ അനിയൻ അത്തരക്കാരനല്ലെന്നും പഠനത്തിനൊപ്പം പാർട്ട് ടൈം ജോലി കൂടി ചെയ്ത കുടുംബം നോക്കുന്ന ആളാണെന്നും രേവതി ഉച്ചത്തിൽ പറഞ്ഞു. ഇതെല്ലാം കണ്ടും കേട്ടും മിണ്ടാതെ നിൽക്കുകയാണ് സച്ചി. രേവതിക്ക് സത്യം അറിഞ്ഞാൽ വിഷമമാകുമെന്ന് അറിയാവുന്നത് കൊണ്ട് അവൻ ഒന്നും പറഞ്ഞില്ല. പാവം സച്ചി. എല്ലാവരും കൂടി കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോ സച്ചി ആ സത്യം രേവതിയോട് തുറന്നു പറയണമെന്ന് തന്നെയാവും പ്രേക്ഷകർ കരുതുക. അല്ലെങ്കിൽ ഈ കുത്തുവാക്ക് കേട്ടുകൊണ്ടേ ഇരിക്കേണ്ടി വരും സച്ചി. എന്തായാലും ആര് ചോദിച്ചിട്ടും കൃത്യമായ മറുപടി സച്ചി നൽകാത്തത് കൊണ്ട് ശരത്തിനോട് മാപ്പ് പറയണമെന്ന് അച്ഛൻ സച്ചിയോട് പറഞ്ഞു. അത് കേട്ടതും സച്ചി ആകെ ഞെട്ടിത്തെറിച്ചു. സ്വന്തം അമ്മയുടെ ബാഗ് മോഷ്ടിച്ച് പണം തട്ടിയതിനാണ് താൻ അവന്റെ കൈ തല്ലിയൊടിച്ചതെന്ന് സച്ചിക്ക് മാത്രമല്ലേ അറിയൂ. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും താൻ മാപ്പ് പറയില്ലെന്ന് സച്ചി അച്ഛനോട് തറപ്പിച്ചു പറഞ്ഞു. പിന്നല്ല, അവന്റെ കയ്യിലിരിപ്പോണ്ടല്ലേ അവന്റെ കൈ തല്ലിയൊടിച്ചത്. ഇനിയിപ്പോ മാപ്പ് പറയണം പോലും. ഇന്നല്ലെങ്കിൽ നാളെ രേവതി സത്യം അറിയും സച്ചി. അതുവരെ തൽക്കാലം ഇങ്ങനെ അങ്ങ് പോട്ടെ.